പി.സി. ജോർജിനെ ഇന്ന് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. പി.സി. ജോർജിന്റെ വീട്ടിൽ ഇപ്പോൾ പോലീസ് സംഘം എത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരമായി പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്. വിദ്വേഷ സംസാരത്തിൽ, ചാനൽ ചർച്ചയ്ക്കിടയിലെ വിദ്വേഷ പരാമർശത്തിൽ പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലം കൂടി ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പി.സി. ജോർജിനോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ പി.സി. ജോർജ് ഹാജരായിരുന്നില്ല. പി.സി. ജോർജ് അറസ്റ്റ് വരിക്കുമോ, പി.സി. ജോർജ് കീഴടങ്ങുമോ, അല്ലെങ്കിൽ പി.സി. ജോർജ് പോലീസ് സ്റ്റേഷനിൽ എത്തുമോ, ഈ നോട്ടീസ് പ്രകാരം എത്തുമോ എന്നതിലൊക്കെയാണ് കൂടുതൽ വ്യക്തത കൈവരേണ്ടത്. പോലീസ് സംഘം ഇപ്പോൾ എന്തായാലും പി.സി. ജോർജിന്റെ വസതിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ്, തത്സമയ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. പോലീസ് സംഘം വീട്ടുകാരുമായി സംസാരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പോലീസ് ഉദ്യോഗസ്ഥൻ ആണ്. അദ്ദേഹത്തിന് ഔദ്യോഗികമായ പ്രതികരണങ്ങൾക്ക് ചില പരിമിതികൾ കൂടിയുണ്ട്. പി.സി. ജോർജിന്റെ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ കാണുന്നത്. ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, പി.സി. ജോർജിന്റെ അറസ്റ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. പക്ഷേ പി.സി. ജോർജിന് വേണമെങ്കിൽ മേൽക്കോടതിയെ അടക്കം സമീപിക്കാവുന്നതുമാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? അഭിലാഷ് ഉണ്ടാകും, അതിൽ യാതൊരു തർക്കവുമില്ല. അതില് മറ്റൊരു സാധ്യതയും നിലവിലില്ല തന്നെ നമുക്ക് തീർത്തും പറയാം. പി.സി. ജോർജ് എന്തായാലും 9:30 വീട്ടിലേക്ക് എത്തുമെന്നുള്ളതാണ് സൂചനകൾ. അതിനുശേഷം ബി.ജെ.പി. നേതാക്കം തന്നെ നിരവധി പേർ അവിടെ എത്തിയിട്ടുണ്ട്. ബി.ജെ.പിയുടെ മുഴുവൻ നേതാക്കളും പി.സി. ജോർജിനൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു സാധ്യത ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകാനുള്ള സാധ്യതയുണ്ട്. അതായത് പോലീസിന്റെ ഭാഗം ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് ഇനി പോകുന്ന വഴി പി.സി. ജോർജ് ഉണ്ട് എങ്കിൽ അവിടെ ആരെയോ സൂചിപ്പിക്കാൻ വേണ്ടി, ആർക്കൊക്കെയോ വേണ്ടി വിടുപണി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. ആരെയാണോ സൂചിപ്പിക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണോ ഈ അറസ്റ്റ് നാടകം ഉണ്ടാക്കിയത്, ആരെയാണോ സുഖിപ്പിക്കേണ്ടത്, ആ സുഖിപ്പിക്കേണ്ടതിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ ഒരു നാടകം വന്നു എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. അല്ല, ഇവിടെ ഈ ജനാധിപത്യ രാജ്യത്തിൽ ഞങ്ങൾ പ്രകടനം നടത്തണം, ഞങ്ങൾ എവിടെ എന്ത് ചെയ്യണം, ഏത് രീതി പ്രതികരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ നാട്ടിലുള്ള പാർട്ടി തന്നെയാണ്. അത് ഞങ്ങൾ തീരുമാനിക്കും. അതല്ല പ്രശ്നം. എങ്ങനെയാണിത് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് തീരുമാനിക്കേണ്ടത് പോലീസല്ല. പോലീസിന്റെ പണി ചെയ്യട്ടെ. പോലീസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു തിരക്കഥ ഉണ്ടാക്കുകയാണ്. അതൊരു വിഷയം ഉണ്ടാക്കി വലിയൊരു പ്രശ്നമാക്കി മാറ്റാൻ വേണ്ടി പോലീസ് നടത്തുന്ന ഒരു, അല്ലെങ്കിൽ അതിന്റെ പോലീസിനെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല, പക്ഷേ ഇതിന്റെ മേലാളന്മാർ മുകളിൽ നിന്ന് രാഷ്ട്രീയമായി നടത്തുന്ന ഒരു വലിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ് ഇപ്പൊ നടന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അവിടെ ഹാജരാകാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹം അതിന്റെ കാര്യങ്ങൾ പാർട്ടിയുടെ ആളുകൾ ആലോചിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യും, അവിടെ ചെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഇന്നിപ്പോ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അല്ല, പ്രകടനം നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ പോലീസിനോടോ അല്ലെങ്കിൽ നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. പ്രകടനം നടത്തിയാൽ പ്രകടനം തടയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, പ്രകടനം നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഞങ്ങളതേപ്പറ്റി തീരുമാനം എടുത്തിട്ടില്ല. ശ്രീജിത്ത് ചേരുന്നുണ്ട്. എൻ ഹരിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ബി.ജെ.പി. നേതാവ്, അതായത് ഇതൊരു നാടകം തന്നെയാണ്. ആർക്ക് വേണ്ടിയാണോ, ആരെ തൃപ്തിപ്പെടുത്താനാണോ അവർക്ക് വേണ്ടി മാത്രമാണ് ഈ നടപടി എന്നാണ്. പക്ഷേ ശ്രീജിത്ത്, ഇതിപ്പോൾ കോടതി മുൻകൂർ ജാമ്യം തള്ളിയൊരു പശ്ചാത്തലമുണ്ട്. പോലീസിന് ഇതല്ലേ സാധിക്കൂ? തീർച്ചയായും പോലീസ് അറസ്റ്റിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനപ്പുറത്തേക്ക് മറ്റൊരു സാധ്യതയും പോലീസിന് മുന്നിൽ ഇല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പോലീസ് ാണ് നിയമപ്രകാരം നോട്ടീസ് നൽകുകയും പി.സി. ജോർജിനെ വിളിച്ചു വരുത്താൻ തീരുമാനിക്കുകയും നേരത്തെ ചെയ്തത്. അതുകൊണ്ട് തന്നെ വിളിച്ചു വരുത്തുക, തുടർന്ന് അറസ്റ്റിലേക്ക് കടക്കുക, അതാണ് ഇന്നുണ്ടാകാൻ പോകുന്ന നടപടിക്രമം. അതിനപ്പുറത്തെ സാധ്യതയില്ല. പ്രത്യേകിച്ച് ഈ അതായത് ഈ സുപ്രീം കോടതി സമീപിക്കുക എന്നൊക്കെയുള്ളത് പലരും അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിൽ സാധ്യതയില്ല എന്നുള്ളതിന്റെ തെളിവാണ് നേരിട്ട് ഹാജരാകാമെന്ന് തന്നെ പി.സി. ജോർജ് പറയുന്നത്. അല്ലെ, സുപ്രീം കോടതിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോയ ശേഷമേ ഹാജരാകാമെന്ന് അറിയിക്കേണ്ട സാഹചര്യമുള്ളൂ, ബാധ്യതയുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് നേരിട്ട് ഷോണിന്റെ പ്രതികരണം വരുമ്പോൾ പാർട്ടിയുടെ പ്രതികരണം പാർട്ടി പറഞ്ഞല്ലോ എന്നുള്ളതാണ്. അതിനപ്പുറത്തൊരു പ്രതികരണത്തിലേക്ക് ഷോൺ പോകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വളരെ കൃത്യമായി ഈ വിഷയത്തെ ബി.ജെ.പി. ആ നിലയിൽ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു, അല്ലേ ശ്രീജിത്ത്? തീർച്ചയായും
ഇന്ന് പൂർണ്ണമായും ഇത് പാർട്ടിക്ക് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് എടുത്ത് കാണേണ്ടത്. കാരണം ചില വാർത്തകൾ വന്നിരുന്നത് പാർട്ടി പൂർണ്ണമായും പി സി ജോർജിനെ കൈവിട്ടു എന്നൊക്കെയുള്ളതായിരുന്നു. അത്തരം വാർത്തകളെ കൂടി പൂർണ്ണമായും തള്ളുന്ന നിലയിലാണ്. ഇനി പി സി ജോർജ് കേവലം ഒരു പാർട്ടി നേതാവാണ്, അല്ലാതെ കേവലം ഒരു വ്യക്തി മാത്രമല്ല എന്ന് ഫലത്തിൽ കാട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബി ജെ പിയുടെ ജില്ലയിലെ ഏതാണ്ട് എല്ലാ ശ്രീജിത്ത് ഒരു സംശയം കൂടിയുള്ളത്, അതായത് ഈ നോട്ടീസ് നൽകിയത് പോലീസ് സ്റ്റേഷനിൽ എത്താനാണല്ലോ, ആവശ്യപ്പെട്ട സമയത്ത് എത്താൻ സാധിക്കുന്നില്ല. അത് സ്വാഭാവികമായും ഈ നോട്ടീസ് ലഭിച്ചാൽ അങ്ങനെയുള്ള സ്വാതന്ത്ര്യം കൂടി പി സി ജോർജിനുണ്ട്. പറയുന്ന സമയത്ത് കൃത്യമായി ഹാജരാകണം എന്നതൊന്നുമില്ല. ഇന്നിപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് തന്നെയാണോ പി സി ജോർജ് അറിയിച്ചിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ എന്തിനായിരിക്കാം ഈ രാവിലെ പോലീസ് പി സി ജോർജിന്റെ വസതിയിലേക്ക് എത്തുന്നത്? അവിടെ എത്തും എന്ന് പി സി ജോർജ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പോലീസ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നോട്ടീസ് കൈപ്പറ്റിയ ശേഷം എന്ത് നടപടിയിലേക്കും കടക്കാം എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. പി സി ജോർജ് ഇന്ന് ഹാജരാകാമെന്ന് മറുപടി നൽകിയതോടെ പി സി ജോർജിന്റെ കൈവശത്തെ ഈ നോട്ടീസ് എത്തിയിരിക്കുന്നു എന്ന് ഉറപ്പിക്കാവുന്ന സാഹചര്യമാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയോ അത് നടപടി ഇനി തടസ്സമില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ എത്തുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇവിടേക്ക് വഴിയും ഒരുപക്ഷെ കസ്റ്റഡിയിൽ എടുക്കാൻ ലഭിച്ചാൽ കസ്റ്റഡിയിൽ തന്നെയാണ് പോലീസ് പറയുന്നത്. തീർച്ചയായും നേരത്തെ പി സി ജോർജിനെ ഇത്തരത്തിൽ തന്നെ വീട്ടിൽ എത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. അന്ന് മാധ്യമങ്ങളടക്കം മണിക്കൂറുകളോളം ആ വാർത്ത നൽകിയ പശ്ചാത്തലം, അന്ന് പോലീസ് പി സി ജോർജിന്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ എന്തിനാണ് ഈ തരത്തിൽ പോലീസ് കൈകാര്യം ചെയ്യുന്നത് എന്നത് അന്ന് വിമർശനത്തിന് വഴിയൊരുക്കിയ ഒരു സാഹചര്യം ആണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഷോൺ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആയിരുന്നു സ്റ്റേഷനിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയത്. പക്ഷേ അദ്ദേഹത്തിന് ഹാജരാകാൻ സാധിക്കില്ല എന്ന് അറിയിക്കുന്നു. ഇന്ന് ഹാജരാകാമെന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് പി സി ജോർജ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനിടെയാണ് പോലീസ് സംഘം പി സി ജോർജിന്റെ വസതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. പി സി ജോർജിനെ വസതിയിലെത്തി അറസ്റ്റ് ചെയ്യുക എന്നത് സാധ്യമാണോ എന്നുള്ളതാണ്. കാരണം പി സി ജോർജ് ഇപ്പോൾ വസതിയിലില്ല എങ്കിൽ പിന്നെ അങ്ങനെ ഒരു അറസ്റ്റിന് സാധ്യതയില്ല. പി സി ജോർജ് നേരിട്ട് സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ളതാണ് വിവരം എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് പി സി ജോർജിന്റെ വസതിയിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. ഇപ്പോഴും പി സി ജോർജിന്റെ മകൻ ഷോൺ പോലീസുമായി ആശയവിനിമയം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് കാണാൻ സാധിക്കുന്നത്. സാങ്കേതികമായ നടപടിക്രമങ്ങളെ സംബന്ധിച്ചായിരിക്കണം സംസാരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ മേൽക്കോടതിയടക്കം സമീപിക്കാൻ ഇപ്പോൾ പി സി ജോർജ് തയ്യാറായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ അങ്ങനെ ഹർജിയുമായി ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കേണ്ടതാണ്. ഹാജരാകും എന്ന് പി സി ജോർജ് അറിയിക്കേണ്ടതില്ല. നേരത്തെ ബി ജെ പിയുടെ പ്രതികരണം, എൻ ഹരിയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ഇത് ഒരു നാടകമാണ്, ചിലരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് പോലീസ് ഇത്തരത്തിൽ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് ബി ജെ പിയുടെ ആരോപണം. കൃത്യമായൊരു തിരക്കഥയുണ്ട് ഇതിന് പിന്നിൽ. ആ തിരക്കഥയ്ക്ക് അനുസരിച്ച് ആണ് ഇപ്പോൾ പോലീസ് പ്രവർത്തിക്കുന്നത് എന്നുകൂടി ഉള്ള വിമർശനം ആണ് ഉന്നയിച്ചത്. ബി ജെ പി നേതാക്കൾ അടക്കം പി സി ജോർജിന്റെ വസതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഷോൺ മാധ്യമങ്ങളോട് പറഞ്ഞത് പാർട്ടി തീരുമാനിക്കും, പാർട്ടി പ്രതികരിക്കും എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെയായിരിക്കും ബി ജെ പി കൈകാര്യം ചെയ്യുക എന്നത് വ്യക്തമാണ്. പി സി ജോർജ് വിഷയം ബി ജെ പി പാർട്ടി തന്നെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ ആശയവിനിമയം നടത്തുന്നുണ്ട് ബി ജെ പി നേതാക്കളുമായും അതോടൊപ്പം തന്നെ പി സി ജോർജിൻ്റെ മകനുമായി അടക്കമുള്ള ആശയവിനിമയം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത്, ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പോലീസ് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നുണ്ട്. അതെന്താ എന്ന് നമുക്കറിയില്ല. നേതാക്കൾ വട്ടം കൂടി നിൽക്കുന്നു, അവർക്കിടയിൽ നിന്നുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നുണ്ട്. പോലീസ് ഇപ്പോൾ പിൻവാങ്ങുമോ എന്നതിൽ വ്യക്തതയില്ല. അതല്ല എങ്കിൽ ഒരുപക്ഷെ പി സി ജോർജ് സ്റ്റേഷനിൽ ഹാജരാകുന്ന ഘട്ടത്തിലായിരിക്കാം ഇവർ വീട്ടിൽ നിന്ന് പിൻവാങ്ങുക എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണിപ്പോൾ നടക്കുന്നൊരു സാഹചര്യം.
പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ PC ജോർജ് എത്തും എന്നാണോ? യെസ്, അതിനു മുമ്പ് ഇപ്പോൾ BJP നേതാക്കളുടെ കൂടുതൽ പ്രതികരണങ്ങൾ. ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി PC ജോർജിന്റെ പിന്തുണയാണ്. അദ്ദേഹം ഇന്ന് ഹാജരാകാൻ പോകുന്നു. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ വന്നതാണ്. പോലീസിന്റെ അനുമതി മേടിച്ചിട്ടല്ല ഇത്രയും കാലം ഈ രാഷ്ട്രീയ പ്രശ്നം എവിടെയാണെന്നുള്ള ചോദ്യമാണ്. അദ്ദേഹം ഹാജരാകും. അദ്ദേഹം ഇന്ന് ഹാജരാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ഹാജരാകും. പോലീസ് പ്രകോപനം സൃഷ്ടിക്കുക അത് നമുക്കറിയില്ല. അവർ സൃഷ്ടിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളത് നോക്കുന്നില്ല. നമ്മൾ ഹാജരാകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹാജരാകും. പാർട്ടി പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവും. ഞങ്ങള് അദ്ദേഹത്തിന്റെ ആ പിന്തുണ അറിയിക്കാൻ വേണ്ടിയാണ് പ്രവർത്തകരോട് വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യത്തെ പറ്റി പോലീസിന് ഒരുപാട് സംശയങ്ങളുണ്ട്. പോലീസിന് സംശയം തീർക്കുന്നത് നമ്മളാണ്. അവരൊക്കെ സംശയങ്ങളുണ്ടാവും. നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി PC ജോർജ് ഈ വിഷയത്തിൽ PC ജോർജ് പറഞ്ഞ കാര്യത്തിന്മേൽ PC ജോർജിന് എതിരായിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണകൂടം PC ജോർജിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ BJP ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ഒളിവിലിരുന്നോണ്ടാണോ അങ്ങനെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ചോദിക്കുന്നത്? ഒളിവിലൊന്നുമല്ലോ. എവിടെ ഒളിവിൽ? ആരാണ് ഒളിവിലെന്ന്? എവിടെയാ PC അദ്ദേഹം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സമ്മതിക്കൂ. അദ്ദേഹം ഒന്ന് ഇരിക്കട്ടെ എവിടെയെങ്കിലും. PC ജോർജ് നടത്തിയിരിക്കുന്ന പരാമർശങ്ങളെ BJP ന്യായീകരിക്കുന്നുണ്ടോ? PC ജോർജ് നടത്തിയ പരാമർശത്തെ പറ്റി ഇപ്പൊ പറയാൻ ഞാൻ അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം പറയും. നിങ്ങൾക്ക് സംസ്ഥാന അധ്യക്ഷനോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാം. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ PC ജോർജിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി. അതായത് PC ജോർജ് എന്ത് പറഞ്ഞാലും അതിനെതിരായിട്ട് നടപടിയെടുക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. ഇപ്പോൾ കേരളത്തില് ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ PC ജോർജ് തോൽക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ PC ജോർജിനെ ഇവിടെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഭരണകൂടം ആരുടെ പിന്തുണയാണോ നേടിയത് ഇവിടെ, ആ പിന്തുണ നേടിയവരെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കാനും വേണ്ടിയിട്ട് എടുക്കുന്ന ആസൂത്രിതമായ നീക്കത്തിനെതിരായിട്ടുള്ള PC ജോർജിന് നടപടികൾക്കാണ് നമ്മൾ പിന്തുണ കൊടുത്തിരിക്കുന്നത്. BJP പ്രകടനം നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല, BJP പ്രകടനം നടത്തുന്നില്ല. അത് നിശ്ചയിച്ചിട്ടില്ല. കൂടുതൽ പോലീസിനെ മുൻകൂറായിട്ട് ഞങ്ങൾ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഞങ്ങളിവിടെ പോലീസ് അത്ര വല്ലതും ഞാൻ പറഞ്ഞല്ലോ PC ജോർജിന് പിന്തുണ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഏത് അർത്ഥത്തിലെടുക്കാം? പരാമർശത്തിലല്ല. PC ജോർജിന് പിന്തുണ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഞങ്ങൾ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനെതിരായിട്ട് കേരളത്തിന്റെ ഭരണകൂടം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശത്തിന് അദ്ദേഹം പിറ്റേ ദിവസം തന്നെ ക്ഷമ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഹമാസിന്റെ നേതാക്കന്മാരെ ആനപ്പുറത്ത് വെച്ച് എഴുന്നള്ളിച്ചു. നിങ്ങൾക്ക് ആർക്കും നിലാഭിഷേകത്തെപ്പറ്റി നിങ്ങൾ എത്ര ദിവസം ചർച്ച നടത്തി? ഇവിടെ എന്ത് നടപടിയാണ് എടുത്തത്? അവരുടെ ഫോട്ടോ വെച്ച് അവരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. ഇവിടെ എന്ത് നടപടിയെടുത്തു? അവലും വളരും കുന്തിരിക്കും കരുതി വെക്കാൻ പറഞ്ഞു. എന്ത് നടപടിയാണ് ഇവിടെ എടുത്തത്? ഗണപതി മിത്താണെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? നിയമസഭയ്ക്കകത്തിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു. എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? ഹിന്ദു സ്ത്രീകളെ മുഴുവൻ അപമാനിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നടപടിയെടുത്തോ? ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പോകുന്നുണ്ട്. ഇവിടെ യാതൊരു നടപടിയുമില്ല. PC ജോർജ് മാത്രം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ നടപടിയെടുക്കുന്ന ഒരു സമൂഹം. അങ്ങനെ PC ജോർജ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാൻ പറഞ്ഞതിന്റെ മറുപടി പറ. ഹമാസിന്റെ നേതാവിനെ ആനപ്പുറത്തിരുത്തി ഇവിടെ പ്രകടനം നടത്തി. എന്ത് നടപടിയെടുത്തു? മാധ്യമങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്തു? ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ലേ പോലീസ് കോടതിയുടെ പരാമർശം ഞാൻ ഒന്നും പറയുന്നില്ല. അത് പറയാൻ ഞാൻ ആളായിട്ട്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടും ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടും ഒരുപോലെയാണ്. 2 ജില്ലാ പ്രസിഡന്റുകളുടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന ഘടകം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഹാജരാകാനാണ് പോകുന്നത്. ഹാജരാകാൻ പോവാണ്. യെസ്, എന്തായാലും PC ജോർജിന്റെ അറസ്റ്റ് ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. PC ജോർജ് പോലീസ് സ്റ്റേഷനിലെത്തി അറസ്റ്റ് കൈവരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് നേരത്തെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നതാണ്. പക്ഷേ PC ജോർജ് ആവശ്യപ്പെട്ട സമയത്ത് ഹാജരായില്ല. ഇന്ന് രാവിലെ 10 മണിക്ക് PC ജോർജ് ഹാജരാകും എന്നാണ് BJP ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഈ വിഷയം BJP ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. PC ജോർജിന് എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്ന് BJP നേതാക്കൾ പറയുന്ന സാഹചര്യം. ഇതൊരു തിരക്കഥയുടെ ഭാഗമാണ്, പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നടപടികൾ എന്ന് BJP ആവർത്തിക്കുന്നു. ആരെയൊക്കെയോ സുഖിപ്പിക്കുന്നതിന് വേണ്ടി, തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്.
എന്ന വിമർശനം കൂടിയാണ് ഇപ്പോൾ CPM-നും അതോടൊപ്പം തന്നെ സർക്കാരിനുമൊക്കെ എതിരെ BJP ഉന്നയിക്കുന്നത്. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, PC ജോർജ് ഒളിവിലല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ PC ജോർജിനെ ബന്ധപ്പെടാൻ നമുക്ക് മാധ്യമപ്രവർത്തകർക്കും സാധിക്കുന്നില്ല. എവിടെയെന്ന ചോദ്യത്തിന് BJP നേതാക്കൾ കൃത്യമായ മറുപടിയും നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രകടനമൊന്നും നടത്താൻ പോകുന്നില്ല എന്ന് BJP പറയുന്നുണ്ട്. അപ്പോൾ 10 മണിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് PC ജോർജ് എത്തും എന്ന് വേണം നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ, അല്ലേ? അങ്ങനെ തന്നെ ജോർജ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകും. അതിനുവേണ്ടിയുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയെന്നാണ് BJP-യിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ വീട്ടിലെത്തിയ ശേഷമായിരിക്കും ഇവിടേക്ക് വരിക എന്നുള്ള സൂചനകൾ മാത്രമാണ് അവർ നൽകുന്നത്. എന്തായാലും ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെ പോലീസ് സന്നദ്ധമായി കാത്തിരിക്കുകയാണ്. PC ജോർജ് എത്തിയാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യും, ഉടൻ തന്നെ അറസ്റ്റും രേഖപ്പെടുത്തും. തുടർന്ന് ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരാകും. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് അവർ പൂർത്തിയാക്കിയിരിക്കുന്നത്. ആദ്യമുള്ള സൂചന അനുസരിച്ച് PC ജോർജ് വീട്ടിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് നേതാക്കളൊക്കെ തന്നെയും അവിടെ കൂടുകയും ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ അവസാന നിമിഷം നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഹാജരാകാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഏത് സമയമാണെങ്കിലും എന്തായാലും രാവിലെ 10 മണിയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ നേരിട്ട് വീട്ടിലെത്തിയ ശേഷം പ്രവർത്തകരും നേതാക്കളും ഒക്കെയായി ഇവിടേക്ക് എത്തുക, അതല്ലെങ്കിൽ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാക്കുക. അതോടെ പിന്നീട് BJP നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുക. ഇങ്ങനെ